നിങ്ങൾ ഒരു വാച്ച് വാങ്ങാനായി ഒരു കടയിൽ പോയി എന്നിരിക്കട്ടെ. ആ വാച്ചിൻ്റെ വില നിർണ്ണയിക്കുന്ന ഒരു പ്രൈസ് ടാഗ് ആ വാച്ചുമായി ബന്ധപ്പെടുത്തിയിട്ടുണ്ടാകും. വാച്ചിൻ്റെ വില അതിലെഴുതിയിരിക്കുന്ന ആ തുകയാണ്. ഒരു പക്ഷേ നമുക്ക് ആ വില താല്പര്യമില്ല എങ്കിൽ പൈസയുടെ കാര്യത്തിൽ നമുക്കൊരു വിലപേശലാകാം. ആത്മീയ ജീവിതത്തിലും ഈ പ്രൈസ് ടാഗുണ്ട്. ഓരോ ആത്മാവിനോടും ചേർത്ത് വെച്ച് ഒരു പ്രൈസ് ടാഗുണ്ട്. എല്ലാ പ്രൈസ് ടാഗിലും എഴുതിയിരിക്കുന്നത് ഒരേ വിലയാണ്, ഈശോയുടെ രക്തത്തിൻ്റെ വില. കാരണം പിതാവായ ദൈവം പുത്രനായ ഈശോയെ ഭൂമിയിൽ അയച്ച് ഭൂമിയിൽ അവതരിച്ച രക്ഷകൻ കുരിശിൽ മരിച്ച് രക്ഷ നേടിത്തന്നതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം. ആ പുത്രൻ്റെ രക്തത്തിൻ്റെ വിലയാണ് ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിനുള്ളത്. എൻ്റെ ആത്മാവിന് എത്ര വിലയാണ് ഞാൻ കൊടുക്കുക? എൻ്റെ ആത്മീയ ജീവിതത്തിന് എന്ത് വിലയാണ് ഞാൻ നൽകുക? അത് വളരെയധികം പ്രാധാന്യമുള്ള കാര്യമാണ്. എൻ്റെ ആത്മാവിനും എൻ്റെ ആത്മീയതയ്ക്കും ഒന്നും അധികം മൂല്യമില്ല എങ്കിൽ പ്രാർത്ഥനയും കുദാശ ജീവിതവും സഹോദര സ്നേഹവുമെല്ലാം എനിക്ക് വളരെ കുറവായിരിക്കും. ആ സമയം എൻ്റെ ആത്മീയ ജീവിതത്തിനും എൻ്റെ ആത്മീയതയ്ക്കുമെല്ലാം ഞാൻ മൂല്യം നൽകുന്നവനാണ് എങ്കിൽ എൻ്റെ കുദാശ ജീവിതവും എൻ്റെ സഹോദര സ്നേഹവും എൻ്റെ പ്രാർത്ഥനാ ജീവിത രീതിയുമെല്ലാം വളരെയധികം പ്രധാനപ്പെട്ടതും പ്രാധാന്യമുള്ളതും വില കൂടിയതുമായിരിക്കും. പലപ്പോഴും എൻ്റെ ജീവിതത്തിൻ്റെ വില ദൈവം നിശ്ചയിച്ചതിനേക്കാൾ വളരെ കുറവായി ഞാൻ നിശ്ചയിക്കുന്നതാണ് എൻ്റെ പ്രാർത്ഥനയും എൻ്റെ ആത്മീയതയും എല്ലാം തഴയപ്പെട്ടു പോകാനായിട്ട് കാരണം. നമ്മൾ തിരിച്ചറിയണം, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ വില ഈശോയുടെ രക്തത്തിൻ്റെ വിലയാണ്. അത് വളരെ അമൂല്യമാണ്, വളരെ ഉയർന്നതാണ്. അത് തിരിച്ചറിഞ്ഞ് നമ്മുടെ ആത്മീയതയ്ക്ക് നല്ലൊരു വില നിശ്ചയിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾ തമ്പുരാൻ്റെ മനോഗണത്താൽ മോക്ഷത്തിൽ ചേരുവാൻ ഇടയുണ്ടാകട്ടെ. നിത്യപിതാവേ, ഈശോ മിശിഹാ കർത്താവിൻ്റെ വിലതീരാത്ത തിരിച്ചോറിയെക്കുറിച്ച് അവരുടെ മേൽ കൃപയുണ്ടാകണമേ.